നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഒരു രഹസ്യമുണ്ട്. പക്ഷേ നമ്മളെ ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ ഓടുന്ന തിരക്കിൽ ഇത് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. എന്താണ് ആ രഹസ്യം? അതിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കാൻ പോകുന്നത്. നമ്മളെല്ലാവർക്കും ഈയൊരു അനുഭവം ഉണ്ടാകും അല്ലേ? നമ്മളൊരു കാര്യത്തിനു വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടുന്നോ അത്രത്തോളം അത് നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന പോലെ തോന്നും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈയൊരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ഭാഗം, പ്രയത്നത്തിന്റെ പഴയ രീതി. നോക്കൂ, ഇതാണ് നമ്മൾ സാധാരണയായി വിശ്വസിക്കുന്നതും എന്നാൽ യഥാർത്ഥത്തിൽ പ്രപഞ്ചം പ്രവർത്തിക്കുന്ന രീതിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. നമ്മളെപ്പോഴും പുറത്തുള്ള ഒന്നിനെ പിന്തുടരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷേ യഥാർത്ഥ മാറ്റം വരേണ്ടത് നമ്മുടെ ഉള്ളിലാണ്. ഇതൊരു ചെറിയ കാര്യമല്ല, നമ്മൾ ചിന്തിക്കുന്ന രീതിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണിത്. ഇവിടെയാണ് നമുക്ക് പലപ്പോഴും തെറ്റുപറ്റുന്നത്. നമ്മൾ പോരാടുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആ പോരാട്ടത്തിലാണ്, ആ കുറവിലാണ്. എനിക്കിതില്ല എന്ന ചിന്തയാണ് നമ്മളിങ്ങനെ ഊട്ടിയുറപ്പിക്കുന്നത്. ഫലമോ നമ്മൾ കൂടുതൽ ഇല്ലായ്മയെ തന്നെ ജീവിതത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ എന്താണ് ഇതിനൊരു പരിഹാരം? അതാണ് അടുത്ത ഭാഗം. രഹസ്യം അനുഭവത്തിലാണ്. ഈയൊരു വാചകം ഇത് കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. വെറുതെ ഒരു കാര്യം ചിന്തിച്ചതുകൊണ്ട് മാത്രം ഒന്നും സംഭവിക്കില്ല. ആ ചിന്തയുടെ കൂടെ വരുന്ന ആ വികാരം, ആ ഫീലിംഗ്, അതാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുന്നത്. നിങ്ങളുടെ വികാരമാണ് പ്രപഞ്ചത്തിന്റെ ഭാഷ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ സങ്കല്പം അല്ലെങ്കിൽ അസംഷൻ എന്ന് പറയുന്നത് വെറുമൊരു ആഗ്രഹമല്ല. ശ്രദ്ധിക്കണം, നിങ്ങളുടെ ആഗ്രഹം സഫലമായി കഴിഞ്ഞാൽ നിങ്ങൾക്കെന്തു തോന്നുമോ ആ ഒരു മാനസികാവസ്ഥയിൽ ഇപ്പോൾ ജീവിക്കുന്നതിനെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആഗ്രഹിക്കുന്ന വ്യക്തിയായി നിങ്ങൾ മാറിക്കഴിഞ്ഞുവെന്ന തോന്നൽ, അത് വെറും ദിവാസ്വപ്നം കാണലല്ല, അതാണ് സൃഷ്ടിയുടെ തുടക്കം. ഇതൊരു വലിയൊരു ട്രാപ്പാണ്. സൂക്ഷിക്കണം. പലരും സമ്പത്തിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും, പക്ഷെ അവരുടെ ഉള്ളിലെ ഫീലിംഗ് എന്തായിരിക്കും? ദാരിദ്ര്യത്തിൻ്റേതും ഇല്ലായ്മയുടേതുമായിരിക്കും. എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ ഏറ്റവും ശക്തമായ വികാരത്തിനാണ് മുൻഗണന. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം നിങ്ങൾ ആഴത്തിൽ എന്ത് അനുഭവിക്കുന്നു എന്നതാണ്. അപ്പോൾ ഇത് ശരിക്കും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇത് മനസ്സിലാക്കാൻ വളരെ ലളിതവും എന്നാൽ ശക്തവുമായ ഒരു ഉപമയുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ലോകം ഒരു കണ്ണാടി പോലെയാണ്. നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് മുഖം കറുപ്പിച്ചു നിന്നാൽ കണ്ണാടി തിരിച്ചു ചിരിക്കുമോ? ഇല്ലല്ലോ. പ്രതിഫലനം മാറണമെങ്കിൽ ആദ്യം നിങ്ങൾ മാറണം, നിങ്ങൾ ചിരിക്കണം. അതുപോലെ നിങ്ങളുടെ പുറത്തുള്ള ലോകം മാറണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ഭാവമാണ് ആദ്യം മാറേണ്ടത്. ലോകം നിങ്ങളോട് പ്രതികരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പഴയ ചിന്തകളുടെയും വിശ്വാസങ്ങളുടെയും ഒരു പ്രതിഫലനം മാത്രമാണ്. നമ്മൾ ഈ സാഹചര്യങ്ങൾ നോക്കി പ്രതികരിക്കുമ്പോൾ നമ്മൾ ആ പഴയ അവസ്ഥയെ വീണ്ടും വീണ്ടും സൃഷ്ടിക്കുകയാണ്. ഈ ഒരു സൈക്കിൾ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്തുതന്നെ ആയാലും അതിനെ അവഗണിച്ച് നമുക്ക് വേണ്ടുന്ന ആന്തരിക അവസ്ഥയിൽ ഉറച്ചു നിൽക്കാൻ പഠിക്കണം. ശരി, ഇതിനെല്ലാം കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? പക്ഷേ ഇത് എങ്ങനെ പ്രാവർത്തികമാക്കും? അതിനുള്ള വളരെ ലളിതമായ പക്ഷേ അത്ര തന്നെ ശക്തമായ ഒരു വഴിയാണ് ഇനി പറയാൻ പോകുന്നത്. ഇതൊരു പവർഫുൾ ടെക്നിക്കാണ്. കാരണം നമ്മൾ ഉറക്കത്തിലേക്ക് വീഴുന്ന ആ ഒരു മയക്കത്തിന്റെ അവസ്ഥയിലെ അപ്പോൾ നമ്മുടെ ബോധമനസ്സ് വാദപ്രതിവാദങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ടാകും. ആ സമയത്ത് ഉപബോധമനസ്സ് വളരെ ഓപ്പണായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞ ആ ഒരു രംഗം മനസ്സിൽ കാണുക. വെറുതെ സിനിമ കാണുന്ന പോലെയല്ല, നിങ്ങളതിൽ ജീവിക്കുകയാണെന്ന് അനുഭവിക്കണം. ആ സന്തോഷം, ആശ്വാസം, കൃതജ്ഞത, അതെല്ലാം ഒരു ഓർമ്മ പോലെ ഫീൽ ചെയ്യണം. ആ ഒരു ഫീലിംഗിൽ മുഴുകി ഉറക്കത്തിലേക്ക് വഴുതി വീഴുക. ഇവിടെയാണ് ഏറ്റവും വലിയ റിലീഫ്. ഇതെങ്ങനെ നടക്കും എന്ന ചോദ്യം നിങ്ങളുടെ ജോലിയല്ല, അത് പ്രപഞ്ചം നോക്കിക്കോളും. നിങ്ങളുടെ ഒരേയൊരു ജോലി ആഗ്രഹം സഫലമായ ആ അവസാന നിമിഷത്തിലെ സന്തോഷവും സമാധാനവും ഇപ്പോൾ ഈ നിമിഷം അനുഭവിക്കുക എന്നത് മാത്രമാണ്. ഓക്കെ, നിങ്ങൾ ഈ രീതി പരീക്ഷിച്ചു തുടങ്ങുമ്പോൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കുന്നത്. അതായത് പെട്ടെന്നൊന്നും ഫലം കാണാതാകുമ്പോൾ സ്വാഭാവികമായും വരുന്ന സംശയം. നിങ്ങൾ ഉള്ളിൽ ഒരു പുതിയ യാഥാർത്ഥ്യം സൃഷ്ടിച്ചാലും നിങ്ങളുടെ ഇപ്പോഴത്തെ ലോകം പഴയതിന്റെ പ്രതിഫലനം കാണിക്കാൻ കുറച്ചു സമയമെടുക്കും. അത് കണ്ട് വഞ്ചിതരാകരുത്. നിങ്ങളുടെ പുതിയ സങ്കല്പത്തിൽ ആ ഫീലിംഗിൽ ഉറച്ചു നിൽക്കുക. അതാണ് യഥാർത്ഥ വിശ്വാസത്തിന്റെ പരീക്ഷണം. എത്ര നല്ലൊരു ഉദാഹരണമാണിത് അല്ലേ? നമ്മളൊരു വിത്ത് നട്ടുകഴിഞ്ഞാൽ അത് മുളച്ചോ എന്ന് നോക്കാൻ എല്ലാ ദിവസവും മണ്ണ് മാന്തി നോക്കുമോ? ഇല്ല. അതുപോലെയാണിതും. നിങ്ങളുടെ ആഗ്രഹം എന്ന വിത്ത് ഉപബോധ മനസ്സിൽ നട്ടുകഴിഞ്ഞു. ഇനി അതിന് വളരാനാവശ്യമായ വിശ്വാസം കൊടുക്കുക. ക്ഷമയോടെ കാത്തിരിക്കുക. ഫലം എപ്പോഴാണ് വരുന്നതെന്ന് എപ്പോഴും പരിശോധിക്കുന്നത് ആ വിത്ത് പിഴുതെറിയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഒന്നോർക്കുക, പരാജയത്തിന്റെ പ്രധാന കാരണം സ്ഥിരതയില്ലായ്മയും സംശയവുമാണ്.
നിങ്ങളുടെ കൺമുന്നിൽ കാണുന്ന യാഥാർത്ഥ്യം എന്തുതന്നെയായാലും നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹം സഫലമായെന്ന അനുഭൂതിയിൽ ഉറച്ചു നിൽക്കുക. ആ സ്ഥിരതയാണ് അസാധ്യമായതിനെ സാധ്യമാക്കുന്നത്. അപ്പോ ചോദ്യം ഇതാണ്: ഈ അറിവ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇത് കേട്ടിട്ട് വെറുതെ വിടാതെ ഇന്ന് രാത്രി തന്നെ ഇതൊന്ന് പരീക്ഷിച്ചു തുടങ്ങുക. നിങ്ങൾ ഏത് പുതിയ യാഥാർത്ഥ്യമാണ് അനുഭവിക്കാൻ പോകുന്നത്? ഏത് പുതിയ ജീവിതത്തിനാണ് നിങ്ങൾ ജീവൻ കൊടുക്കാൻ പോകുന്നത്? തീരുമാനം പൂർണ്ണമായും നിങ്ങളുടേതാണ്.